ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ നാളത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയുടെ പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിൽ മിത്രയ്ക്കും മീനുവിന് നല്ല സംശയം ഉണ്ടാവുകയാണ്. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു വന്നതിന് ശേഷം മീനു ഇങ്ങനെ ചോദിക്കുക, അല്ല പെട്ടെന്ന് എന്ത് പറ്റി സുകന്യേച്ചിക്ക് ഇത്ര കുടുംബസ്നേഹം ഉണ്ടാകാൻ, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി മാത്രം നടക്കുന്ന ഒരാളാണല്ലോ എന്ന് ചോദിക്കേ. അപ്പോൾ ദേവി പറയും, ചിലപ്പം ചേച്ചിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. നമ്മളും ആദ്യം ഈ കുടുംബത്തിലോട്ട് വന്നപ്പം ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ആയിട്ട് ഇണങ്ങാൻ കുറച്ച് സാവകാശം വേണ്ടി വന്നില്ലേ, അതുപോലെ ആയിരിക്കും സുകന്യേച്ചിയുടെ കാര്യവും. ഇപ്പം ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലായി കാണും. അപ്പം ഒരു സ്വന്തം കുടുംബമാണ്, ഇത് എൻ്റെ കൂടി വീടാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാവും എന്ന് ദേവി പറയും കേട്ടോ. അപ്പം മിത്ര പറയും, ഇല്ല എടുത്തി, അങ്ങനെ പെട്ടെന്നൊന്നും മനംമാറ്റം വരുന്ന ആളൊന്നും അല്ല സുകന്യേച്ചി. എന്തെങ്കിലും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ കാര്യസാധ്യത്തിനല്ലാതെ ഒരാളോടും സുകന്യേച്ചി പ്രത്യേക ഒരു മമതയൊന്നും കാണിക്കത്തില്ല. ഇന്ന് തന്നെ അടുക്കളയിൽ എന്തായിരുന്നു, ഞാൻ അന്തം വിട്ടുപോയി. എന്നെ പറഞ്ഞു വിടാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു അപ്പച്ചിയുടെ അടുത്തുനിന്ന്. ചേച്ചിക്ക് അപ്പച്ചിയുടെ അടുത്ത് നിൽക്കണം, കൂടുതൽ ഇടപെടാനൊക്കെയുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്കത് തോന്നിയത്. എന്നോട് പോയി പഠിക്കുക, അതും എന്നെ മിത്രമോളെ എന്നൊക്കെയാണ് വിളിച്ചത്. അത്രയ്ക്കൊക്കെ സ്നേഹത്തിൻ്റെ കാര്യം എന്തായാലും ഇല്ലല്ലോ, എന്തോ കാര്യമുണ്ട് എന്ന് പറയേ. അത് കേൾക്കുമ്പോൾ മീനു പറയും, ഓഹോ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ? അതേ മീനു ചേച്ചി, അടുക്കള ചെന്ന് അപ്പച്ചിയുടെ അടുത്ത് ഇതെന്താ എന്നും ചോദിച്ച് എല്ലാം പഠിക്കുമായിരുന്നു. അവിടെ നിന്ന് എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. മിത്രമോൾക്ക് പഠിക്കാനൊക്കെ ഇല്ലേ, അടുക്കള വെറുതെ നിൽക്കേണ്ട കാര്യമില്ല, ഗോമതി ചേച്ചിനെ ഞാൻ സഹായിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ മിത്രയും പറയൂ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മീനു പറയും, അപ്പോൾ എന്തോ ഉണ്ട്, എന്താ കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തേലും നേടാനായിരിക്കും അമ്മയുടെ കയ്യിൽ നിന്ന്, അല്ലാതെ പെട്ടെന്ന് ഇങ്ങനൊരു മനമാറ്റമൊന്നും സുകന്യേച്ചിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മീനും പറയും കേട്ടോ. അപ്പോൾ മിത്ര പറയും, അത് മീനു ചേച്ചി പറഞ്ഞത് നേരാ, എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി അപ്പച്ചോട് ഇത്രയും അടുത്തിടപഴകുന്നത്, അല്ലാതെ മറ്റൊരു കാര്യവുമല്ല. അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി എന്താണോ അടുത്ത പണി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മിത്രയും പറയണം. അപ്പം പെട്ടെന്ന് ദേവി പറയും, ചിലപ്പോൾ ശരിക്കും മാറ്റം സംഭവിച്ചതാണെങ്കിലോ, ഞാനും ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വരുമ്പം ഈ കുടുംബമായിട്ടൊക്കെ ഇണങ്ങാൻ കുറച്ച് സമയം എടുത്തില്ലേ, അതുപോലെ സുകന്യേച്ചിയും ഇപ്പോൾ ഈ വീടുമായിട്ട് ഇണങ്ങി ഇവിടുത്തെ രീതികളൊക്കെ പഠിച്ച് മാറ്റം വന്നതാവും എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പം മീനു പറയും, അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. സുകന്യേച്ചിയും ഈ കുടുംബത്തിൻ്റെ രീതികളോടൊക്കെ ഇണങ്ങി ജീവിക്കുന്നത് കാണാനാണ് എനിക്കും ആഗ്രഹം. അങ്ങനെ തന്നെ സംഭവിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാം. അപ്പം മിത്ര പറയും, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വിശ്വസിച്ചോ, പക്ഷെ ഞാൻ എന്തായാലും സുകന്യേച്ചിയെ കണ്ണുമടിച്ച് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തോ ഒരു കാര്യസാധ്യത്തിന് തന്നെയാണ് അപ്പച്ചിയായിട്ട് ഇത്ര സ്നേഹം കാണിച്ച് അടുത്തുകൂടി നിൽക്കുന്നത്. അല്ലാതെ സുകന്യേച്ചിക്ക് അടുക്കള കയറുന്നത് തന്നെ മടിയാ. അതുമാത്രമോ, ഒരു പണി പോലും നേരെ ചൊവ്വേ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളല്ലേ സുകന്യേച്ചി. ഇവിടെ വന്നിരുന്ന് മാസികയും വായിച്ച് ദേവിയെടുത്തേക്ക് കൊണ്ടുവെക്കുന്ന ഫ്രൂട്ട്സും കഴിച്ചിരിക്കാനല്ലേ സുകന്യേച്ചിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെയുള്ള സുകന്യേച്ചി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്യണമെങ്കിൽ അതിനെന്തോ ഒരു കാര്യമുണ്ട് എന്ന് മിത്രങ്ങ് ഉറപ്പിച്ച് പറയണേ കേട്ടോ. അപ്പം പെട്ടെന്ന് ദേവിക്കും മീനുവിനും അത് അങ്ങനെ തന്നെ ആവാനാ സാധ്യത എന്നുള്ളൊരു ചിന്ത വരികയാണ്. ഇത് സമയം നമ്മുടെ സുകന്യ വലിയ പ്ലാനിങ്ങിലൊക്കെയാണ്. മറ്റൊന്നുമല്ല, ഗോമതിയുടെ പേരിലാണ് കൃഷ്ണമംഗലത്തെ സർവ്വ സ്വത്തുക്കളും എന്നറിഞ്ഞ സുകന്യ അതെങ്ങനെയെങ്കിലും ഗോമതി അറിയാതെ തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതണം. എന്നിട്ട് ഈ സർവ്വസ്വത്തിൻ്റെ അധികാരി താനായിട്ട് മാറണം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇതേസമയം രാജശ്രീ ആണെങ്കിൽ അച്യുതനോട് സുകന്യയെ പറ്റി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സുകന്യയ്ക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ അച്യുതൻ ചോദിക്കും, നീ എന്ത് കാര്യമായി പറയുന്നേ? അതെ, ഇന്നിവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ആ സുകന്യ കേട്ടു. ഗോമതിയുടെ പേരിൽ ഇവിടുത്തെ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ അവൾ മനസ്സിലാക്കി. എന്നോട് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു എന്ന് പറയൂ കേട്ടോ. അപ്പം അച്യുതൻ പറയും, എന്നിട്ട് നീ എന്തു പറഞ്ഞു, എല്ലാം വിട്ടു പറഞ്ഞോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അത് പണ്ട് അച്ഛനും കണ്ട് എഴുതി വെച്ചതാ, അതിപ്പം വലിയ സാധ്യതയൊന്നുമുള്ള വിൽപ്പത്രമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ ഒരു നയത്തിൽ തിരിച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറയാം. കൂടുതൽ കാര്യങ്ങളൊന്നും അവളോടും പറയാൻ നിൽക്കണ്ട എന്ന് പെട്ടെന്ന് അച്യുതൻ പറയൂ കേട്ടോ. അങ്ങനെ അവർ തീരുമാനിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇത് സമയം പിറ്റേ ദിവസം തന്നെ നമ്മുടെ സുകന്യ കൃഷ്ണമംഗലത്തേക്ക് വരും. കൃഷ്ണമംഗലത്ത് വന്നിട്ട് രാജശ്രീയുടെയും അച്യുതൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. സുകന്യോ ഇന്ന് രാവിലെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ അടുത്തേക്ക് ചെല്ലും. എന്താ മോളെ? എനിക്ക് മനസ്സിലായി, മോള് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. അവിടെ ഒരു AC പോലും ഇല്ലല്ലോ, മോക്ക് ഒരു രീതിയിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ എന്ന് രാജശ്രീ ചോദിക്കും. അപ്പം പെട്ടെന്ന് സുകന്യ പറയും, അതെ ചേച്ചി, അവിടെ AC ഒന്നും ഇല്ല, ഞാൻ ഇച്ചിരി തണുപ്പൊക്കെ കൊള്ളാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയേ. അതിനെന്താ, മോള് വാ, നമുക്ക് റൂമിൽ പോയി AC കൂട്ടിയിട്ടിരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് സുകന്യനെ കൂട്ടിക്കൊണ്ട് രാജശ്രീ പോകാനായിട്ട് തുടങ്ങുമ്പം അച്യുതനെ കാണും. അപ്പം അച്യുതനോടും പറയും, എനിക്ക് അച്യുതേട്ടനോട് രാജശ്രീ ചേച്ചിയോട് ഒരുമിച്ച് സംസാരിക്കാനുള്ളത് എന്ന് പറയും കേട്ടോ.
ഞങ്ങളോട് രണ്ടുപേരോടും എന്ത് കാര്യം നിനക്ക് സംസാരിക്കാനുള്ളത്? ഓ, അനുശ്രീയുടെ കാര്യമായിരിക്കും അല്ലേ? ആലോകിനെ അനുശ്രീയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ നിന്റെ മനസ്സിൽ കാണും. അതിനെപ്പറ്റി സംസാരിക്കാനല്ലേ നീ വന്നത്? ഇനി എന്തായാലും അതിലൊരു തീരുമാനമാക്കിയേ പറ്റൂ അല്ലേ അച്ചുവേട്ട എന്ന് രാജശ്രീ ചോദിക്കും കേട്ടോ. അപ്പം അച്യുതൻ പറയും, അതെ, അതിലൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ആക്കണം. എങ്ങനെയും അനുശ്രീനെ ഇവിടെ കൊണ്ടുവരണം. അതിൽ പരം ഒരു തിരിച്ചടി എന്തായാലും ബാലനും കുടുംബത്തിനും കൊടുക്കാൻ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയേ. ആ കാര്യം പറയാനായിരിക്കുമല്ലേ നീ വന്നത്? അനുശ്രീക്ക് ആലോകിനോട് നല്ലൊരു ചായവുണ്ട്. നീ എന്തായാലും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ആലോക് ചെയ്തതാണെന്ന് ഒരിക്കലും അനുശ്രീ വിശ്വസിക്കാത്ത രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം അവളുടെ ചേട്ടന്മാരും അച്ഛനും അമ്മയ്ക്കും തെറ്റിദ്ധാരണ ഉണ്ടായതാന്നേ അവൾ വിശ്വസിക്കാവുള്ളൂ. അങ്ങനെ ഒരു കൂടുതൽ അനുകമ്പ കൂടി ആലോകിനോട് അവൾക്കുണ്ടാകണം എന്നൊക്കെ രാജശ്രീ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ സുകന്യോട്. അപ്പോൾ സുകന്യ പറയും, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം ചേച്ചി. ആലോകിനെ കണ്ണു അടച്ച അവളിപ്പോൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലോക് ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലൊന്നും അവൾ വിശ്വസിക്കാൻ പോകും. കോമതി ചേച്ചിനെ കൊല്ലാനൊന്നും ആലോകിന് കഴിയില്ലെന്നേ അനുശ്രീ പറയത്തുള്ളൂ. അതുമാത്രമല്ല, അവളുടെ അച്ഛനും ഏട്ടന്മാർക്കും തെറ്റിദ്ധാരണ ഉണ്ടായതാന്നേ അവൾ കരുതുള്ളൂ. അത്രയ്ക്കധികം സ്നേഹമാണ് ആലോകിനോട് അനുശ്രീക്കുള്ളത്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് ചേച്ചി ടെൻഷൻ ആവണ്ട. ഇനി അവൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ തന്നെ ഞാനത് വേണ്ട രീതിയിൽ ഡീൽ ചെയ്തോളാം എന്നൊക്കെ സുകന്യ പറയൂ കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനായിട്ട് വന്നതാ. എന്താ? ഇന്നലെ ചേച്ചി പറഞ്ഞില്ലായിരുന്നു ഒരു വിൽപത്രത്തിന്റെ കാര്യം? ഇവിടുത്തെ കൃഷ്ണമംഗലത്തെ സർവ്വ സ്വത്തുക്കളുടെയും അധികാരവും അവകാശവും ഗോമതി ചേച്ചിയുടെ പേരിലാണെന്നുള്ള കാര്യം. അയ്യോ സുകന്യെ, അത് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അതൊരു അസാധുവായ വിൽപത്രമാണെന്നേ. പണ്ടിങ്ങാണ്ട് അച്ഛൻ എഴുതി വെച്ചതല്ലേ? അതിനൊന്നും ഒരു സാധ്യതയില്ല. അച്ചുവേട്ടൻ തന്നെ പലരുടെ അടുത്തും പോയി അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചായിരുന്നു എന്ന് പറയേ. ഞാനൊരു മന്ദബുദ്ധിയാണ് എന്ന് ചേച്ചിക്ക് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ എന്ന് സുകന്യ അപ്പോൾ ചോദിക്കുക. പെട്ടെന്ന് അച്യുതൻ ചോദിക്കും, അതെന്താ സുകന്യ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഉരുണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട. ഞാനും ഈ ലോകത്ത് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാട്ടോ. ഇങ്ങനൊരു വിൽപത്രം ഗോമതി ചേച്ചിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ അവകാശം ഗോമതി ചേച്ചിക്ക് മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഒക്കെ എനിക്കും ഉണ്ട്. ഗോമതി ചേച്ചി അത് നിങ്ങളുടെ പേര് മറിച്ച് എഴുതി തന്നാൽ മാത്രമേ കൃഷ്ണമംഗലത്തെ സ്വത്തുക്കൾക്കൊക്കെ നിങ്ങൾക്ക് അവകാശം വരുത്തുള്ളൂ. അല്ലാതെ ആ അസാധുവായ വിൽപത്രമൊന്നും അല്ല അതെന്ന് എനിക്കറിയാം എന്ന് പറയാം. അത് എനിക്ക് വളരെ ആവശ്യമുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ചേച്ചി ഞാനിതിനെപ്പറ്റി സംസാരിക്കുന്നേ. നീ എന്താ ഉദ്ദേശിക്കുന്നേ? നിങ്ങളുടെ ആവശ്യം എന്താ? കൃഷ്ണമംഗലത്തെ സ്വത്തുക്കളൊക്കെ നിങ്ങളുടെ പേര് തന്നെ വരണം. അത് ഒരിക്കലും ദേവമംഗലത്തേക്ക് പോകാൻ പാടില്ല. അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നേ എന്ന് ചോദിക്കും. അതെ, അതിനുവേണ്ടിയല്ലേ ഈ കണ്ട പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ഗോമതി ചേച്ചിയെ വരെ ആലോക് കൊല്ലാൻ ശ്രമിച്ചതും ഈ സ്വത്തിന് വേണ്ടി തന്നെയല്ലേ? ഒരിക്കലും ഗോമതി ചേച്ചി തൻ്റെ പേരിലുള്ള സ്വത്തിനെ പറ്റി അറിയാതിരിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ കിട്ടാനും വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കും. അതെ. അപ്പം അച്യുതൻ ചോദിക്കും, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണേലും തുറന്നു പറഞ്ഞോളൂ എന്ന് സുകന്യോട് അച്യുതൻ പറയേ. നിങ്ങൾക്ക് വേണ്ട സ്വത്തുക്കളൊക്കെ ഞാൻ സഹായിച്ചാലോ തിരിച്ചു കിട്ടുവാനായിട്ട് എന്ന് ചോദിക്കേ. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഗോമതി ചേച്ചിയെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് ആ വിൽപത്രം നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ചേച്ചി അറിയാതെ എങ്ങനെയെങ്കിലും ഒപ്പിടിയിപ്പിച്ച് തരുന്നതായിരിക്കും എന്ന് പറയാം. അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ അച്യുതനും രാജശ്രീക്ക് ഒരുപാട് സന്തോഷമാവുക. നീ പറയുന്നത് സത്യമാണോ സുകന്യെ? നിന്നെക്കൊണ്ട് അതിന് സാധിക്കുമോ? ഗോമതിയുടെ ഒപ്പം മേടിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കും. കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഞാൻ ഗോമതി ചേച്ചി അറിയാതെ തന്നെ ആ കാര്യം സാധിപ്പിച്ചു തരാം. അതെന്തായാലും എന്നെ കൊണ്ട് സാധിക്കും. ഞാൻ ആ കുടുംബത്തിൽ തന്നെ കഴിയുന്ന ഒരാളല്ലേ. ആ ഗോമതി ചേച്ചിയുടെ വിശ്വാസം ഞാൻ നേടിയെടുക്കും. അങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന എന്ത് കാര്യവും ഗോമതി ചേച്ചി അനുസരിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കൊണ്ട് എത്തിക്കും എന്ന് പറയാണ്. അല്ല, ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കും. നടക്കും. നിങ്ങളുടെ കൃഷ്ണമംഗലത്തെ സർവ്വ സ്വത്തുക്കളും നിങ്ങൾക്ക് മടക്കി കിട്ടുകയും ചെയ്യും. പക്ഷേ പകരം എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുക. അതെന്ത് വർത്തമാനോ? ഞങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നൊരു കാര്യമാണെങ്കിൽ നിന്നെ ഞങ്ങൾ കണ്ടറിഞ്ഞ് തന്നെ ചെയ്യത്തില്ലേ എന്ന് രാജശ്രീ ചോദിക്കും. കണ്ടറിഞ്ഞ് ചെയ്യും, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം തന്നെ നിങ്ങളെനിക്ക് സാധിച്ചു തരണം എന്ന് സുകന്യ പറയണം. അപ്പം അച്യുതൻ പറയും, എന്താ നിന്റെ മനസ്സിൽ? നീ അങ്ങനെ ആ സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചെഴുതി തരുന്ന ഒരു അവസ്ഥയെ കൊണ്ട് എത്തിക്കുവാണെങ്കിൽ നിനക്ക് എന്ത് വേണേലും ഞങ്ങൾ തരാം. എനിക്ക് വേണ്ടത് കൃഷ്ണമംഗലത്തിൻ്റെ സ്വത്ത് തന്നെ ആണെങ്കിലോ എന്ന് പറയുമ്പോൾ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ച് രാജശ്രീ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങും. ചേച്ചി ചൂടാവണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഈ കൃഷ്ണമംഗലത്തെ സർവ്വ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി തരണമെന്നൊന്നും അല്ല. എനിക്ക് വേണ്ട സാധനം ഞാൻ പറയാം. അതെനിക്ക് സമയമാകുമ്പോൾ തരിക തന്നെ വേണം എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും
അച്ഛൻ സമ്മതിക്കും. നീ എന്താവശ്യപ്പെട്ടാലും അത് നിനക്ക് തരുന്നതായിരിക്കും, നിനക്കും ഗുണമുള്ള കാര്യം തന്നെയാവും എന്ന് അച്ഛന് ഉറപ്പ് നൽകണം. എങ്കിൽ ഗോമതി ചേച്ചിയുടെ പേരിലുള്ള സർവ്വ സ്വത്തുക്കളും ഇനി നിങ്ങൾക്ക് സ്വന്തമെന്ന് തന്നെ ഉറപ്പിച്ചോ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കുമെന്ന് ഉറപ്പ് നൽകുവാണേ. ഇതേസമയം നമ്മുടെ ദേവമംഗലത്ത് ഗോമതിയോട് മീനുവും ദേവിയും മിത്രം കൂടി ചെന്ന് ചോദിക്കുന്നുണ്ട്, അതെ അമ്മേ, സുകന്യ ചേച്ചിയുടെ സംസാരത്തിലോ രീതിയിലൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ സ്വഭാവത്തിൽ ഇപ്പം നല്ല മാറ്റം ഉണ്ടല്ലോ, ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളെപ്പോലെ തന്നെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ലേ, അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല അപ്പച്ചി, പെട്ടെന്ന് സുകന്യ ചേച്ചിക്ക് ഇങ്ങനൊരു മാറ്റം വന്നതിൽ അപ്പച്ചിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെനിക്കും തോന്നിയായിരുന്നു. സുകന്യ ഇങ്ങനെ പെട്ടെന്ന് എന്തു പറ്റിയെന്ന് എനിക്കും തോന്നി. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴേ മനസ്സിലായ ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി കാണും, അതുകൊണ്ടാവും പെട്ടെന്നൊരു മാറ്റം എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി തന്നെയാണ് അപ്പച്ചിയെ സുകന്യ ചേച്ചി ഇത്ര കാര്യമായിട്ട് കൂടെ നിർത്തിയേക്കുന്നത്. അപ്പച്ചിയെ സോപ്പിട്ട് എന്തോ നേടാനുണ്ട്, അപ്പച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എന്ന് പറയേ. അപ്പം മീനും പറയും, അതെ അമ്മേ, മിത്ര പറഞ്ഞത് നേരാ. നമുക്ക് സുകന്യ ചേച്ചിയെ ഇത്രയും നാളും വെച്ചിട്ടുള്ള പരിചയത്തിൽ സുകന്യ ചേച്ചി എന്തെങ്കിലും ലാഭമില്ലാത്തൊരു കാര്യത്തിന് മുന്നോട്ട് നിൽക്കുകയല്ല. ചേച്ചിക്ക് പണിയൊക്കെ ചെയ്യാൻ നല്ല മടിയുള്ള കൂടത്തിലാണ്, അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ചേച്ചി ഇങ്ങനെയൊക്കെ അമ്മയുടെ മുന്നിൽ പെരുമാറണമെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ട്. അമ്മ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയണേ. ഇപ്പം ഗോമതിക്ക് പെട്ടെന്ന് പേടിയാവോ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്, സുകന്യ എന്ത് ഉദ്ദേശിക്കുന്നതെന്നാ? അല്ല, അങ്ങനെ ഒരു സാധ്യത ഞാൻ പറഞ്ഞത്. അമ്മ എന്തായാലും സുകന്യ ചേച്ചിയെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.